സ്നേഹമുള്ളവരെ, ഇന്നലകളിലെ ക്രിസ്മസ് എന്ന ഷക്കീന TV-യുടെ ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പരിപാടിയിൽ ക്രിസ്മസ് ഓർമ്മകൾ അയവിറക്കാൻ പാലക്കാട് രൂപതയുടെ ബിഷപ്പായിരുന്ന 30 വർഷത്തോളം ബിഷപ്പായി സേവനം ചെയ്ത ജേക്കബ് മനത്തോടത്ത് പിതാവ് നമ്മോടൊപ്പമുണ്ട്. പിതാവ് പാലക്കാട് രൂപതയെ കഴിഞ്ഞ 25 വർഷമായി വളർച്ചയിലേക്ക് നയിച്ച് പുതിയ പിതാവിനെ കൈമാറ്റം ചെയ്ത് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവെ, ഞങ്ങൾ ഈ വേദിയിലേക്ക് അങ്ങേ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ പ്രൊഫസർ KM ഫ്രാൻസിസ്, കഴിഞ്ഞ 40 വർഷമായി അധ്യാപന രംഗത്ത് സജീവമാണ്. ഇപ്പോൾ സഭയുടെ വ്യത്യസ്ത തലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. പിതാവെ, ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സഭാജീവിതത്തിലും ചരിത്രത്തിലും ക്രിസ്മസിൻ്റെ പ്രസക്തി എന്താണ്? അതെങ്ങനെയാണ് നമുക്ക് വിശ്വാസി ഈ ലോകത്തോട് സംവദിക്കാൻ കഴിയുക? ഫ്രാൻസിസ് മാസ്റ്ററോടൊപ്പം ഇന്നലകളിലെ ക്രിസ്മസിനെ പറ്റി ഷക്കൈന TV-യുടെ പ്രേക്ഷകരായ നിങ്ങളുമായിട്ട് ഏതാനും കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇടയാകുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഫ്രാൻസിസ് മാസ്റ്റർ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് നൽകാനുള്ള മറുപടി, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് അവൻ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ആഘോഷിക്കുന്ന തിരുനാളുകളിൽ ഏറ്റവും സന്തോഷകരമായ തിരുനാൾ ക്രിസ്മസാണ്. അതിൻ്റെ കാരണം സുവിശേഷം തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഇതാ നിങ്ങൾക്കായി മഹത്തായ സന്തോഷത്തിന്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതായത് ഒരു സന്തോഷത്തിന്റെ വാർത്തയാണ്. നൂറ്റാണ്ടുകളായിട്ട് ഈ വാർത്ത കേൾക്കാൻ ദൈവജനം കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ കാത്തിരിപ്പിന് വിരാമം ആയ ദിവസമാണ് ക്രിസ്മസ്. അതുപോലെ തന്നെ ക്രിസ്മസ് കരോൾ, ക്രിസ്മസ് ഗാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ആദ്യത്തെ ആ ക്രിസ്മസ് ഗാനം അതായിരുന്നു. ആദ്യത്തെ ക്രിസ്മസ് സന്ദേശം ഇതായിരുന്നു: ഭയപ്പെടേണ്ട, മഹത്തായ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ആ സന്തോഷത്തിന്റെ സദ്വാർത്ത, ചെറിയ സന്തോഷത്തിനില്ല, മഹത്തായ സന്തോഷത്തിന്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതുകൊണ്ടാണ് ലോക ജനത ക്രിസ്മസ് ഇത്ര വലിയ ആഘോഷത്തോടെ ആചരിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് പിതാവ് പറഞ്ഞ 2 കാര്യങ്ങളും ഞാൻ ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കാത്തിരിപ്പ്. അത് യഹൂദ ജനത മാത്രമല്ല, കിഴക്ക് നിന്നുള്ള രാജാക്കന്മാര് ഈ യേശുവിനെ അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോകം മുഴുവൻ്റെയും ഒരാഗ്രഹത്തിൻ്റെ, വചനം പറയുന്ന പോലെ ഇരുട്ടിൽ നടന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. അതൊന്ന്. 2, നമ്മുടെ ഇന്നത്തെ ജീവിതമായാലും ഭയങ്കര സങ്കടങ്ങളിലൂടെ കടന്നു പോവാണ് നമ്മൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരാണ് സന്തോഷത്തിൻ്റെ സദ്വാർത്ത കൊണ്ടുതരുന്നതെന്ന് എല്ലാ കാലത്തും ഒരു കാത്തിരിപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പിതാവ് പറഞ്ഞത് വളരെ ശരിയാണ്. സന്തോഷത്തിൻ്റെ സദ്വാർത്ത, സമാധാനം. അതായത് മാസ്റ്റർ പറഞ്ഞത് ശരിയാണ്. ഈ യേശു പൂജാതനായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രത്യേക ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, ലോകരക്ഷകനായിട്ടാണ് കർത്താവ് പൂജാതനായത്. സകല ജനതകൾക്കും വേണ്ടിയുള്ള മഹത്തായ വാർത്ത, ഒരു പ്രത്യേക ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കുമായി ഒരു രക്ഷകൻ ജാതനായിരിക്കുന്നു, എല്ലാവർക്കും വേണ്ടി. അതുകൊണ്ട് സാറ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കെയും സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെ വാർത്തയായിരുന്നു ഇത്. പക്ഷെ അവരത് എല്ലാവരും അങ്ങനെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സന്തോഷ സദ്വാർത്ത വീണ്ടും പ്രഘോഷിക്കേണ്ട ഒരാവശ്യമുണ്ട്. അതെ അതെ അതെ. ഞാൻ ഈ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇത്
നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലൂടെയാണ് ഇതാദ്യം നമ്മിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ പിതാവിൻ്റെ ഒക്കെ ഒരു സാമൂഹിക ഭൗതിക സാഹചര്യത്തിൽ ഈ കുട്ടിക്കാലത്തെ ക്രിസ്മസ് എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്? കുട്ടിക്കാലത്ത് ക്രിസ്മസ് ആഘോഷം ഈ വീടുകളിലുണ്ടായിരുന്നു, വീടുകളെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു, ഇടവക പള്ളിയെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. വീടുകളിൽ അന്നത്തെ ക്രിസ്മസ് ആഘോഷത്തിന് പ്രധാനമായിട്ടും ഞങ്ങൾ ചെയ്തിരുന്നത് നക്ഷത്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അന്ന് ഇതുപോലെ പോയി വാങ്ങിക്കുന്ന രീതിയൊന്നുമില്ല. നക്ഷത്രം ഉണ്ടാക്കും. ആ നക്ഷത്രത്തിന്റെ അകത്ത് ഒരു മണ്ണെണ്ണ വിളക്ക്, അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു, ഒരു വെളിച്ചം, ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് കയറ്റും. അത് തൂക്കിയിടും. ഇന്നത്തതുപോലെ ഡിസംബർ പിറന്നാൽ ഉടനെ ക്രിസ്മസ് ആഘോഷം ആരംഭിക്കാറില്ലായിരുന്നു. ആ ദിവസമാണ് നക്ഷത്രം ഉയർത്തുന്നത്. ഈ വീടിലാണോ കൂടുതൽ ആഘോഷം ഉണ്ടായിരുന്നത്, പള്ളികളിലാണോ? പള്ളിയിൽ ആ ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീടുകളിൽ ക്രിസ്മസ് ആഘോഷം എന്ന് വെച്ചാൽ നമുക്ക് നോയമ്പുണ്ടല്ലോ, 25 ദിവസം നോയമ്പുണ്ട്. ആ കാര്യത്തിൽ മാതാപിതാക്കൾ വളരെ ഏറെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഞങ്ങളെ കൊണ്ടൊക്കെ നോയമ്പ് എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നിരുന്നു. ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സൽപ്രവൃത്തി, പിന്നെ പ്രാർത്ഥന, സുഹൃത ജപങ്ങളൊക്കെ ചെല്ലാനായിട്ട് പഠിപ്പിച്ചിരുന്നു. വെറുതെ ഒരു സംഭവം നടക്കാൻ പോകുന്നു, അതിനുവേണ്ടി തയ്യാറാകണം എന്നുള്ള രീതിയിലല്ല മാതാപിതാക്കള് ഞങ്ങളെ പഠിപ്പിച്ചത്. അതായത് സുദീർഘമായ ഒരു കാത്തിരിപ്പിന് ഫലമായിട്ട് സംഭവിച്ച ഒരു കാര്യം. അതാണ് 25 ദിവസത്തെ നോയമ്പ് എന്ന് പറയുന്നത്. 25 ദിവസം. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് ഈ മഹാസംഭവത്തിന്റെ ഓർമ്മ ആചരിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതിനുള്ള ഒരുക്കത്തിന്റെ ചില പരിപാടികളായിരുന്നു ഈ പിന്നെ ഉപവസിക്കുക, അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക, സൽപ്രവർത്തികൾ ചെയ്യുക. ഇതെല്ലാം ഉണ്ണി ഈശോയ്ക്ക് ആ ദിവസങ്ങളിൽ കാഴ്ചവെക്കുക. പിതാവ് കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ എൻ്റെയും കുട്ടിക്കാലം ഞാൻ ഓർത്തെടുക്കുകയാണ്. എനിക്ക് 2 ഓർമ്മയാണ് പ്രധാനമായിട്ടുള്ളത്. ഞാൻ തൃശ്ശൂർ പട്ടണത്തിൻ്റെ നടുവിലാണ് എൻ്റെ വീട്. എൻ്റെ വീടിനടുത്താണ് ക്ലാരമഠം. അവിടുത്തെ സിസ്റ്റേഴ്സാണ് സ്കൂളിൽ വേദോപദേശം പഠിപ്പിക്കാൻ സഹായിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സിസ്റ്റേഴ്സ് പറയും, നിങ്ങൾ ആശയടക്കണം, മിഠായി തിന്നരുത്, പലഹാരം തിന്നരുത്, ഓരോ ദിവസം ഒരു സുഹൃദേവൻ ചെല്ലുമ്പോൾ ഉണ്ണീശോയ്ക്കുള്ള ഒരു ബെഡ് നിങ്ങൾ തയ്യാറാക്കുകയാണ്. അപ്പോൾ ആശയടക്കം എന്ന വാക്ക് ഞാൻ അന്ന് ആദ്യമായിട്ട് കേൾക്കണ്. അപ്പം ഞാൻ ഇങ്ങനെ പറയും, ആശയടക്കം. അപ്പം നോമ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു തരും. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, ഭൗതിക ജീവിതമായാലും ആത്മീയ ജീവിതമായാലും ഈ ആശയടക്കം ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിതത്തിൽ സന്തോഷകരമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. ഞാൻ ആ സിസ്റ്റേഴ്സിന് നന്ദി പറയണം ഈ ഒരു അവസരത്തിൽ. കാരണം അത്ര മനോഹരമായിട്ടാണ് അവരിത് കൈമാറി തന്നത്. ഇപ്പോഴും എൻ്റെ പേരക്കുട്ടിയോട് സിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത്, ഈശോയ്ക്ക് പുൽക്കൂട് ഒരുക്കാൻ മിഠായി തിന്നരുത്. ഞാൻ ഇന്നലെ മിഠായി കൊടുത്തപ്പോൾ അവള് പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ അത് ഒരു ചെറിയ സംഭവങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് കൂട് എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടന്മാരാണ് അത് ഉണ്ടാക്കുക. അവർ മാവിൻ്റെ കൊമ്പൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അതുമേ ചൈന പേപ്പർ കിട്ടും, അത് വെട്ടി അരങ്ങൊക്കെ ഒട്ടിച്ച് ബലൂൺ, എൻ്റെ വീട് ടൗണിലായതുകൊണ്ട് അതിനൊക്കെ എളുപ്പമുണ്ട്, അരങ്ങൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കി. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഒരു കുറുമ്പനാണ്, ചേട്ടന്മാർ കുർബാനയ്ക്ക് കൂടുതലും നല്ല ഭക്തിയുള്ളവരാണ്. അപ്പോൾ അവർ എന്നെ ഇതിലിങ്ങനെ പങ്കാളിയാക്കി അറിയാതെ അവരെക്കാൾ വലിയ വിശ്വാസിയായിട്ട് ഞാൻ മാറി എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരം കൊച്ചു ആചാരങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഞാൻ പിതാവിനോട് ചോദിക്കുന്നത്, പിതാവ് ഓർമ്മകളിൽ ഈ ഞങ്ങൾ തൃശ്ശൂർക്കാർക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പെരുന്നാൾ, അതൊക്കെയാണ് ശരിക്കും ഓർക്ക്. തെക്കോട്ട് പോകും തോറും ഞാൻ മനസ്സിലാക്കുന്നത് പെരുന്നാളുകൾ കുറവും ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെയാണ് കൂടുതൽ ആചരിക്കുന്നത്. ഈ
പിതാവിൻ്റെ ഈ ജീവിതത്തിൽ ഓർക്കാവുന്ന ഒരു ക്രിസ്മസ് അനുഭവം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പിതാവിന് കഴിയും? ഞങ്ങൾക്ക് ഈ ക്രിസ്മസ് ആഘോഷം അല്ലെങ്കിൽ ഈസ്റ്റർ ആഘോഷം, ഈസ്റ്ററും ഏതാണ്ട് ഇതുപോലെ തന്നെയൊക്കെ നമ്മൾ നടത്തുന്ന ഒരാഘോഷ പരിപാടിയാണല്ലോ. ഇത് ഈ ഒരു കൂട്ടായ്മയുടെ ഒരു ആഘോഷമാണിത്. നമ്മൾ ദേവാലയത്തെ കേന്ദ്രീകരിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഞങ്ങളൊക്കെ ഈ മിഡ് നൈറ്റ് മാസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സമൂഹമായിട്ട്, ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ കാലത്തെ പറ്റി എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കും. ഒരു വീട്ടിൽ നിന്ന് കൂട്ടുകാരൊക്കെ ഒത്തുള്ള ഒരു യാത്ര. അപ്പൊ എന്നിട്ട് ആ ദിവസം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ ഒന്നും തന്നെ ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങള് പള്ളിയിൽ നിന്നുള്ള ക്രിസ്മസ് കരോള് വരും, അതന്നും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെയൊക്കെ പോകും. എന്നിട്ട് അവര് തിരിച്ചെത്തുന്ന ഏതാണ്ട് മിഡ് നൈറ്റ് മാസിന്റെ സമയമാകുമ്പോഴാണ് എല്ലാരും. അപ്പൊ മിഡ് നൈറ്റ് മാസിന് എല്ലാവരും പള്ളിയിലുണ്ടാകും. അപ്പൊ കരോളിൽ നിന്ന് ആരംഭിച്ച് കുർബാനയിലേക്ക്. എന്നിട്ട് അന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി ആ ക്രിസ്മസ് കുർബാന തന്നെയാണ്. ക്രിസ്മസ് കുർബാന, പിന്നെ പുൽക്കൂട് തുറക്കല്, ഇന്നത്തെ പോലുള്ള വലിയ ഇലക്ട്രിസിറ്റി കൊണ്ടുള്ള ഒന്നുമില്ല. സാധാരണ ഒരു പുൽക്കൂട്. അപ്പൊ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നത് ഇന്നത്തെ ആ പുൽക്കൂടുകളാണ്. പുൽക്കൂടുകൾ കർത്താവ് പിറക്കുന്ന ആ സമയം, അന്നത്തെ ആഘോഷമായ കുർബാന, അതിനുശേഷമുള്ള പ്രദക്ഷിണം ഉണ്ണിയേശുവിനെ കയ്യിലെടുത്തുണ്ട പ്രദക്ഷിണം. ഇന്നത്തെ പോലെ വീടുകളിൽ പുൽക്കൂടുണ്ടാക്കുന്ന രീതി അന്നില്ല. പുൽക്കൂട് പള്ളിയിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. വീടുകളിൽ ഞങ്ങൾ നക്ഷത്രങ്ങൾ ഉയർത്തുമായിരുന്നു. വീടുകളിലെ ആ പിന്നെ ക്രിസ്മസ് പരിപാടി ഒരു വിധത്തിൽ സമാപിക്കുന്നത്, പരിസമാപ്തിയിലെത്തുന്നത് പള്ളിയിലെ ആ മിഡ് നൈറ്റ് മാസോടുകൂടിയാണ്. അപ്പൊ ആ പരിപാടിയിലുണ്ടല്ലോ ഈ ക്രിസ്മസ് പ്രദക്ഷിണം, ഈ ക്രൈസ്തവരല്ലാത്ത കുടുംബാംഗങ്ങളുടെ വീടുകളുടെ മുമ്പിൽ കൂടി ഞങ്ങൾ പോകുമ്പോഴും പ്രദക്ഷിണം പോകുമ്പോഴും അവരൊക്കെ തിരി കത്തിച്ച് വെച്ച് ഇതിൽ സംബന്ധിക്കും. അന്ന് ഇന്നത്തെക്കാൾ നല്ലൊരു മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം അന്നുണ്ടായിരുന്നു. അത് ഈ ക്രിസ്മസ്, ഈസ്റ്റർ തുടങ്ങിയ പരിപാടികളൊക്കെ നടത്തുമ്പോൾ അത് വളരെ പ്രകടമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുമായിരുന്നു. മാത്രമല്ല അന്നത്തെ മിഡ് നൈറ്റ് മാസിലെ സംബന്ധിക്കാൻ എല്ലാവരും തന്നെ എത്തുമായിരുന്നു. എല്ലാ കുടുംബങ്ങളിലും ആൾക്കാർ എത്തുമായിരുന്നു. ഉറക്കം കളയണ്ട, അതുകൊണ്ട് രാവിലത്തെ കുർബാനയ്ക്ക് പോകാമെന്നുള്ള രീതിയിലല്ല ചിന്തിച്ചത്. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മിഡ് നൈറ്റ് മാസ്, ആഘോഷമായ കുർബാന, ഇതിൽ എല്ലാവരും സംബന്ധിക്കും. അതിനുശേഷം എല്ലാവരും പരസ്പരം ക്രിസ്മസ് ആശംസിക്കുന്ന, ഇന്നത്തെ പോലെ വലിയ ആഘോഷമൊന്നും വന്നില്ല. കേക്ക് മുറിക്കലും പരിപാടികളൊന്നും വന്നില്ല. പക്ഷെ വളരെ മീനിങ് ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. ഒരു സാഹോദര്യം അനുഭവപ്പെടുമായിരുന്നു. മാത്രമല്ല ആ ക്രിസ്മസിന്റെ സന്ദേശം എന്താണെന്നുള്ളത് വിചാരിച്ചും അന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അതാണ് എൻ്റെ ആ ക്രിസ്മസ് ആഘോഷത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് വേറെ നേരെ ഓപ്പോസിറ്റാണ്. ഞങ്ങള് ഇതിനെല്ലാം ആചാരപരമായിട്ട് ഇപ്പോൾ പെരുന്നാളായാലും ഞങ്ങൾക്ക് ഈസ്റ്ററിനേക്കാൾ വലിയ സന്തോഷം നൽകുന്നത് ഇടവകപ്പള്ളി പെരുന്നാളാണ്. അന്ന് ബാൻഡ്, പടക്കം പൊട്ടിക്കല്. അപ്പോൾ ഇപ്പോഴും വിദേശത്തുള്ളവര് ഡിസംബർ മാസമായാലും ജനുവരി മാസമായാലും വിളിക്കും. അത് ക്രിസ്മസിന് ഈസ്റ്ററിനല്ല, പെരുന്നാളുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ചിലരിപ്പോൾ ആരോപിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്ക് യൂറോപ്പിലെ പോലെ ആചാരം മാത്രമുള്ള വിശ്വാസമില്ലാത്തവരായി മാറിയെന്ന് ചിലരും ഞങ്ങളെ കളിയാക്കാറുണ്ട് തൃശ്ശൂർക്കാരെ. പിതാവിന് അക്കാര്യത്തിൽ എന്താണ് ഇപ്പോൾ മൂല്യങ്ങളിൽ നിന്ന് ആചാരങ്ങളായിട്ടും ആചാരത്തിൽ നിന്ന് ഒരു സംസ്കാരമായിട്ടും ഇത് മാറിപ്പോകുന്നുണ്ടോ? അത് മൂല്യങ്ങൾ കൊടുക്കാനായിട്ട് ആ വിശ്വാസം കൈമാറാൻ കൂടുതൽ ഇഫർട്ട് എടുക്കണം. അതിനെക്കുറിച്ച് എന്താ പിതാവിന്? എനിക്ക് മാസ്റ്ററുടെ ചോദ്യത്തിന് നല്ലൊരു ഉത്തരം തരാൻ പറ്റുന്നൊരു സംഭവം ഞാൻ വിവരിക്കാം. ഞാൻ പാലക്കാട് രൂപത അധ്യക്ഷനായിട്ട് വന്നതിന് ശേഷം ഏതാണ്ട് ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം, ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം, ഒരു സ്ത്രീ അവരുടെ കുട്ടിയുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. ആ കുട്ടിക്ക് ഒരു
9-10 വയസ്സ് പ്രായം കാണും. അവന് എന്നിട്ട് എന്നോട് ചോദിച്ച, പിതാവ് എനിക്ക് കുറച്ച് ക്രിസ്മസ് കാർഡ് വേണം. ഞാൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടം പോലെ ക്രിസ്മസ് കാർഡുണ്ട്, നിനക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാൻ എൻ്റെ കയ്യിലുണ്ട് ആ വർഷം കിട്ടിയ ക്രിസ്മസ് കാർഡുകൾ കുറച്ചെടുത്ത് അവന് കൊടുത്തു. അവൻ വളരെ സന്തോഷമായിട്ട് അവൻ അത് കൊണ്ടുപോയി. അതെനിക്ക് സന്തോഷമായി. അവൻ ചോദിച്ചത് ആവശ്യപ്പെട്ടത് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം. എന്നെ വളരെയേറെ സർപ്രൈസ് ചെയ്തത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ കുട്ടി ഞാൻ കൊടുത്ത ക്രിസ്മസ് കാർഡുകളിൽ ഒരു പകുതിയിലേറെ കാർഡുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരിക. ഞാൻ ചോദിച്ചു, നിനക്ക് ഇത്രയും മതിയോ? മുഴുവനും എടുത്തോ? വേണ്ട, എനിക്ക് ഈശോയുള്ള ക്രിസ്മസ് കാർഡ് മതിയെന്ന് പറഞ്ഞു. ഈശോയുള്ള ക്രിസ്മസ് കാർഡ് മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത് ഈശോ ഇല്ലെന്നല്ലേ ഉള്ളത്, ഇത് ക്രിസ്മസ് പപ്പായൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ക്രിസ്മസ് പപ്പായുള്ള കാർഡും വേണ്ട, ഈശോയുള്ള ക്രിസ്മസ് കാർഡ് മാത്രം. ആ കുട്ടിയുടെ ആ പ്രതികരണം എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഇപ്പോഴും ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്മസ് ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ പലതിലും അങ്ങനെയല്ല. അവർക്കൊക്കെ ഇതൊരു ആഘോഷത്തിൻ്റെ ഒരു അവസരമാണ്. എന്താണ് ആഘോഷിക്കുന്നതെന്ന് പോലും കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ക്രിസ്മസ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ചില കുട്ടികളെങ്കിലും പറഞ്ഞതായിട്ട് എനിക്കറിയാം, ക്രിസ്മസ് പാപ്പായുടെ ജന്മദിനമാണ് ക്രിസ്മസ് എന്നാണ്. പണ്ട് എൻ്റെ ചെറുപ്പത്തിലെ ക്രിസ്മസ് പാപ്പായൊന്നും ഇല്ലായിരുന്നു. അപൂർവമായിട്ട് വല്ലവരും ആ പാപ്പായുടെ വേഷം കെട്ടി ഈ കരോളിന്റെ അവസരത്തിലൊക്കെ പോയെങ്കിൽ, പക്ഷെ ഞാനത് ഓർക്കുന്നില്ല. പക്ഷെ ഇന്ന് ക്രിസ്മസ് പാപ്പ ഇല്ലാത്ത ക്രിസ്മസ് ആഘോഷമില്ല. ക്രിസ്മസ് പാപ്പ ഉണ്ടാകുന്നത് തെറ്റെന്ന് പറയണമെന്നില്ല, പക്ഷെ ഒത്തിരി ക്രിസ്മസ് പാപ്പമാരെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ക്രിസ്മസ് ആഘോഷമൊക്കെ നടക്കുക. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് വഴിയായിട്ട് നമ്മുടെ യുവതലമുറയ്ക്ക് ആഘോഷത്തിന്റെ പ്രസക്തി, അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കണം. ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ഉള്ള പരിശീലനം നമ്മുടെ കുട്ടികൾക്ക്, യുവതലമുറയ്ക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ആഘോഷിക്കാം. ഇത് ഒരു അനുസ്മരണമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അനുസ്മരണമാണ്, ഇതൊരു ആഘോഷവും കൂടിയാണ്. അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ ആഘോഷമാണ്. അങ്ങനെ ആഘോഷിക്കുമ്പോഴാണ് അത് നമുക്കൊക്കെ ഒരു അനുഗ്രഹമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഇത് വെറുതെ ഒരു ആഘോഷം എന്നുള്ള രീതിയിൽ. വളരെ കൃത്യമാണ് പിതാവിന്റെ മറുപടി. മാത്രമല്ല, ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു മെസ്സേജ് കൂടിയാണിത്. ക്രിസ്മസ് സംബന്ധമായ ചരിത്ര വസ്തുതകൾ നമ്മുടെ കുട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതല്ലെങ്കിൽ ഇതൊരു ആചാരമായിട്ട്, ഒരു അനുഷ്ഠാനമായിട്ട്, ഒരു ആഘോഷമായിട്ട് മാറും. അതായത് ജീവിക്കുന്ന യാഥാർത്ഥ്യം എന്നതിനേക്കാൾ ഉപരി ഇതൊരു കഥകളായിട്ട് മാറുന്നു. അതെ അതെ, ഇതൊരു ചരിത്രപരമായ സംഭവമാണ് എന്ന ബോധ്യം ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കൈമാറാൻ മാതാപിതാക്കൾക്കും ആത്മീയ രംഗത്തുള്ളവർക്കും കഴിയണം എന്നാണ് പിതാവ്. ഇത് കുറച്ചുകൂടി വ്യക്തമാക്കാൻ ഞാനൊരു സംഭവം പറയാം. ഞാനൊരു പള്ളിയിൽ പോയിട്ട് ക്രിസ്മസിന്റെ അവസരത്തിലായിരുന്നു. ക്രിസ്മസ് ദിവസം അല്ല, ഈ പുൽക്കൂട് മത്സരം ഇന്ന് പല പള്ളികളിലും നടക്കുന്നുണ്ട്, ഇടവകളിൽ നടക്കുന്നുണ്ട്. ആ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനം കൊടുക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ സമ്മാനം കൊടുത്തു. പിന്നെ ഒരു കാഷ്വലായിട്ട് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, കർത്താവ് എന്തിനാണ് ഈ പുൽക്കൂട്ടിൽ ജനിച്ചത് എന്ന് ചോദിച്ചു. കർത്താവ് എന്തിനാ പുൽക്കൂട്ടിൽ ജനിച്ചത്? ആൾക്ക് മറുപടി തരാനില്ലായിരുന്നു. കർത്താവ് പുൽക്കൂട് തെരഞ്ഞെടുത്തതല്ല. കർത്താവിന് ശാസ്ത്രത്തില് സ്ഥലം കിട്ടാതെ വന്നതുകൊണ്ട് മാതാവും ഔസേപ്പിതാവും ഈ പുൽക്കൂട് തേടി പോയതാ. അതുകൊണ്ടാണ് അവിടെ കാലിത്തൊഴുത്ത് തേടിപ്പോയതാ. കാലിത്തൊഴുത്തില് ഒരു പുൽക്കൂട്ടിൽ കർത്താവിന് ജനിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ കാര്യം പോലും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ പുൽക്കൂടുണ്ടാക്കി ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതുപോലെ തന്നെ ഇന്നുണ്ടാക്കുന്ന പുൽക്കൂടുകൾ എത്ര വലിയ പുൽക്കൂടുകളൊക്കെയാണ്. എത്രമാത്രം ലക്ഷക്കണക്കിന് രൂപ മുടക്കി പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന പുൽക്കൂടുകൾ നൽകുന്ന സന്ദേശം ഇത് വെറും ഒരു ആഘോഷ പരിപാടിയാണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞാൽ 4-5 ലക്ഷം രൂപ മുടക്കിയാണ് ഞങ്ങളുടെ പള്ളിയിൽ ഇപ്രാവശ്യം ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കുന്നത്. 4-5 ലക്ഷം രൂപ എന്ന് പറഞ്ഞത് ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു വീടുണ്ടാക്കാൻ
ആവശ്യമുള്ള തുകയാണത്. അപ്പം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കണം, ആഘോഷിക്കേണ്ട രീതിയിൽ ആഘോഷിക്കണം. എല്ലാവർക്കും അനുഭവമായ രീതിയിൽ നമ്മൾ ആഘോഷിക്കണം. ആഘോഷം വേണ്ടെന്ന് പറയുന്നവരാരും, പക്ഷെ എന്താണ് ആഘോഷിക്കുന്നത്, എന്താണ് അതെ, എന്ത് മനോഭാവത്തോടെ, എന്ത് ചൈതന്യത്തോടു കൂടിയാണ് ക്രിസ്മസ് ആഘോഷിക്കേണ്ടത് എന്ന് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുകയാണെങ്കിൽ ഇത് വെറും ഒരു ആഘോഷമായിട്ടും മാറും. പിതാവ്, ഇത് ഞാൻ ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ഒരു ലേഖനത്തില് മാർപ്പാപ്പ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് ഈ മതബോധനം എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്തിട്ട് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. അതിങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പുതിയ തലമുറ വരുമ്പോൾ വീണ്ടും അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ പിതാവ് പറഞ്ഞ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ്. ഓരോ ക്രിസ്മസും സമ്മാനമായി പുൽക്കൂട്ടിലേക്ക് ദരിദ്രന്റെ വീട്ടിൽ ചെന്നാൽ അവിടെ യേശുവിനെ കണ്ടുമുട്ടാം. അതാണ് ശരിക്ക് ക്രൈസ്തവന്റെ മുഖം. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ ചാരിറ്റിയാണ്, സ്നേഹമാണ്. ഞാൻ സിസ്റ്റേഴ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് കേട്ടോ. അതായത് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരിക്കൽ പോയി. അപ്പോൾ ഒരു സാഗർ രൂപതയുടെ ഒരു സെമിനാരി ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അവിടെ ഒരു ക്ലാസ് എടുക്കാൻ 5 ദിവസം പോയത്. അപ്പോൾ ഞാൻ അവിടുത്തെ ബ്രദേഴ്സിനോട് പറഞ്ഞു, എന്നെ ഇവരുടെ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോയി അതൊന്നും എനിക്ക് കണ്ടു പഠിക്കണമെന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഗ്രാമങ്ങളിൽ ചെന്ന് ഒരാളും മദ്യപാനിയായിട്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് പരിചയം? അപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ്, വഴിയരികിൽ കിടക്കുന്ന ഒരു കുട്ടീനെ കൊണ്ടുകൊടുത്താൽ സ്വീകരിക്കുന്ന ആളുകളാണ് സിസ്റ്റർമാരെന്ന് ഞങ്ങൾക്കറിയാമെന്ന്. നല്ലൊരു സാക്ഷ്യം അത്. നമുക്ക് നൽകാവുന്ന വലിയൊരു സാക്ഷ്യമാണ്. അപ്പൊ ഞാൻ അത്ഭുതപ്പെടുകയാണ്. നമ്മുടെ മിഷണറിമാര് ശരിക്ക് പുൽക്കൂട്ടിലെ ക്രിസ്തുവിനെ അന്വേഷിച്ച് പോകുന്നവരാണ് ഈ മദർ തെരേസ. പക്ഷെ ആ ഒരു പുൽക്കൂട് തൊട്ട് കാൽവരി വരെ ദാരിദ്ര്യം അനുഭവിച്ച ആ യേശുവിൻ്റെ ആ മാതൃക പിന്തുടരുന്ന അനേകം പേര് ഇന്നും നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒത്തിരി പേര് നല്ല ക്രൈസ്തവ സാക്ഷി നൽകുന്നവരായിട്ട് നമുക്കുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ക്രിസ്തുവിനെ അറിയാത്ത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മിഷണറിമാരിലൂടെ ഒത്തിരി പേര് ക്രിസ്തുവിനെ അറിയാനിടയാകുന്നുണ്ട്. ശരിയായ അറിവ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആഘോഷ പരിപാടികൾ ചിലപ്പോഴെങ്കിലും അതിനെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കാം. ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുൻപ് തന്നെ ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് എനിക്ക് തരാൻ വേണ്ടിയിട്ട് വന്ന സിസ്റ്റേഴ്സ്, അവർ കാണ്ടുവ രൂപതയിൽ പ്രവർത്തിച്ചവരാ. അവർ രണ്ട് പറഞ്ഞത്, ഞങ്ങൾ അവിടെ ഈ ക്രിസ്മസ് പാപ്പായെ ഒന്നും കൊണ്ട് പോകില്ല. അതൊക്കെ ക്രിസ്മസ് പാപ്പായെ എഴുന്നള്ളിച്ച് പോകുമ്പോഴത്തേക്കും മറ്റുള്ളവർക്കൊക്കെ അതൊരു വലിയൊരു ഉതപ്പാ. ഒരു വലിയൊരു കൊടവയറൊക്കെ ആയിട്ട് ഉള്ള ഒരാളിങ്ങനെ ഇതൊക്കെ പറഞ്ഞാൽ, നമ്മൾ ഒരു ഉണ്ണീശോയുടെ രൂപവും ക്രിസ്മസ് കരോളും ഇതുമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവർ കൂടി നമ്മുടെ കൂടെ ചേരും. ഒരു ശിശുവിനെയാണ്. ഇപ്പൊ ഈ ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസ് ആഘോഷം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ചില സ്ഥലങ്ങളിൽ ഈ മർച്ചന്റ്സ് അസോസിയേഷൻ അതുപോലെ അസോസിയേഷൻസ് ഒക്കെ അവരും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. ദേവാലയം കേന്ദ്രീകൃതമായിട്ടല്ല അവർക്ക്. പക്ഷെ അവരുടെ ആ ക്രിസ്മസ് കരോൾ പാടിക്കൊണ്ടു പോകുന്ന അവസരത്തില് അവർക്കുള്ളത് 2, 3, 4, 5 ക്രിസ്മസ് പാപ്പാമാരുണ്ടാകും. ക്രിസ്തുവില്ല, കർത്താവിന്റെ രൂപമൊന്നുമില്ല. പക്ഷെ പള്ളിയിൽ നിന്നുള്ള ക്രിസ്മസ് കരോളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ഉണ്ണീശോയുടെ ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാകും, നല്ല പാട്ടുകൾ പാടും. നമ്മൾ ക്രിസ്മസ് പാപ്പ കൂടെ ഉണ്ടാകും. പക്ഷെ അതിന് അമിത പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു എല്ലാത്തിനും ഒരു മിതത്വം ഉണ്ടല്ലോ. വിർത്തൂസ് താത്തിൻ മേദിയോ എന്ന് പറയുന്നുണ്ടല്ലോ, വെർച്യു സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ. അതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്മസ് ആഘോഷം അങ്ങനെ ആഘോഷിക്കുമ്പോഴത്തേക്കും ആഘോഷത്തിന്റെ അർത്ഥത്തെ പറ്റി അല്ലെങ്കിൽ എന്താണ് ആഘോഷിക്കുന്നത് എന്നതിനെ പറ്റി നമ്മുടെ യുവാക്കൾക്ക്, കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അവരും അതിൽ പങ്കുചേരും. ക്രിസ്മസ് ആഘോഷം വ്യതിചലിച്ചു പോകുകയില്ല.
പിന്നെ ഈ പാലക്കാട് രൂപതയെ കുറിച്ച് ഞാൻ 1974 എൻ്റെ അപ്പനും അമ്മയും ഒക്കെ കൂടി വന്നിട്ടുള്ളതാണ്. ഈ പാലക്കാട് രൂപതയുടെ ആരംഭത്തിൽ ഉദ്ഘാടനം നടക്കുമ്പോൾ മേഴ്സി കോളേജിന്റെ ഗ്രൗണ്ടിൽ ഞങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഈ മലമുകളിലും ഇവിടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് വളരെ കഷ്ടപ്പാടിൻ്റെ ഒരു ഭാഗം ഈ പാലക്കാട് രൂപതയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള യാത്രകളിൽ ആദിവാസികളുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ക്രിസ്മസ് അനുഭവങ്ങൾ ഇത്തരം വിവിധ വ്യത്യസ്ത ഏരിയയിൽ തമിഴ്നാട്ടിലുണ്ട്, എന്തെങ്കിലും ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ? നമ്മൾ ഈ ആദിവാസികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്താറുണ്ട്. അവർക്ക് അങ്ങനെ നടത്തുന്ന അവസരത്തിൽ അവർക്ക് ക്രിസ്മസിന്റെ സന്ദേശം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തക്ക വിധത്തിലാണ് നമ്മൾ ആഘോഷങ്ങൾ നടത്തുന്നത്. അത് വെറും ഒരു ആഘോഷം എന്നുള്ള രീതിയിൽ കുറെ പാട്ടുകളും പാടി അങ്ങനെയല്ല. ഈ ഇവിടെ നമുക്ക് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് കരോളിലൊക്കെ പല ഈ ഗ്രാമപ്രദേശങ്ങളിലും മറ്റുള്ളവർ കൂടി പങ്കെടുക്കാറുണ്ട്. നമ്മൾ ഈ പരിപാടി അവസാനിക്കുന്നതിന് മുൻപ് പിതാവിന് ഈ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം പിതാവ് ഞാൻ തരാനുള്ള ക്രിസ്മസ് സന്ദേശം ഇതാണ്. അതായത് ക്രിസ്മസ് നമ്മളൊരു ചരിത്ര സംഭവത്തിൻ്റെ അനുസ്മരണമാണ്, അതോടൊപ്പം തന്നെ അതൊരു ആഘോഷവുമാണ്. എന്നാൽ അനുസ്മരിക്കുക മാത്രം ചെയ്തത് കൊണ്ടായില്ല, ആഘോഷിക്കുക മാത്രം ചെയ്തത് കൊണ്ടായില്ല. അതോടൊപ്പം തന്നെ ഇത് നമ്മെ എല്ലാവരെയും സംബന്ധിച്ചും ഒരു അനുഭവമായിട്ട് മാറണം. അപ്രകാരം ക്രിസ്മസ് ആഘോഷിക്കുവാൻ, ഈ ഒരു ബോധ്യത്തോടു കൂടി ക്രിസ്മസ് ആഘോഷിക്കുവാൻ, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ പരിശ്രമിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ഷെക്കേന ടിവിയുടെ പ്രേക്ഷകരായ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെയും മാസ്റ്ററുടെയും പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും മംഗളങ്ങളും ഞങ്ങൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ പുതുവത്സരത്തിൻ്റെ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. സ്നേഹമുള്ളവരെ, ജേക്കബ് മനത്തോടത്തെ പിതാവ് നമ്മോടൊപ്പം ക്രിസ്മസ് ഓർമ്മകൾ പങ്കുവയ്ക്കുകയും മനോഹരമായൊരു സന്ദേശം, ഒരു തീരുമാനത്തിലേക്ക്, പുതിയ വർഷത്തിലേക്കുള്ള പുതിയ ക്രിസ്മസിൽ ഒരു തീരുമാനത്തിലേക്ക് നമ്മെ നയിക്കുന്ന വിധത്തിൽ പ്രചോദനം നൽകുകയും ചെയ്തു. പിതാവിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.